ചായ കിട്ടാത്തതിന് മരുമോളെ വെട്ടിക്കൊന്ന് തളന്റെ പോക്ക് കണ്ട. അതിന് എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം തോന്നുന്നുണ്ടാ? അതിന് ഷുഗർ വന്നത് അവളെ കാരണാ. ഞാനിപ്പോ ഇനി ഈ പറയണ കാര്യം ചിലപ്പോ പലരും പറയും പല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷെ സംഭവം അതൊന്നല്ല ട്ടാ. ഒരു കാര്യം പറ്റേ, ഇത് പൊതുവെ അതായത് ഈ ചെക്കന്മാര് കെട്ടിക്കൊണ്ടിരുന്ന പെണ്ണുങ്ങള് ഈ ചില കൂതറ തള്ളാര്, അതായത് എല്ലാ അമ്മമാരെയും എല്ലാ അപ്പാരെയും അല്ലെങ്കിൽ എല്ലാ ഫാമിലിനെയും അടച്ചാക്ഷേപിക്കില്ല. ഒരുപാട് നല്ല അമ്മമാരുണ്ട്, സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കണ കുറെ അമ്മമാരുണ്ട് കേട്ടോ. അവരൊന്നും ഒരിക്കലും ഈ ഗണത്തിൽപ്പെടില്ല. അല്ലാത്തൊരു വ്യക്തിത്വം ഉണ്ട്. അതായത് ഈ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണുങ്ങളെ ഒരു വേലക്കാരിയായി കാണണം. അവര് ഒരു ചില ഒരു വൃത്തികെട്ട ചിന്താഗതിയുള്ള തള്ളാരുണ്ട്. എന്താ വെച്ചാല് അവര് ഈ ഒരു ദിവസം ഒരു പെൺകുട്ടി കല്യാണ ഡ്രസ്സ് ഇട്ട് അണിഞ്ഞൊരുങ്ങി ഇങ്ങോട്ട് വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് പിറ്റേന്ന് തന്നെ അവര് ഒരു എന്താ പറയാ ഒരു കുടുംബത്തിത്തെ വലിയ ഇതായി, അവർക്ക് അത്ര പക്വത വന്ന് അവര് കുടുംബം നോക്കേണ്ടതായി. അതെങ്ങനെ ഈ കേറി വരുന്ന ഈ കുട്ടിന്റെ അതേ അവസ്ഥ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരല്ലേ ഈ അമ്മായിയമ്മമാരും അല്ലേ? അവരൊരു കാലത്ത് ഒരു കുട്ടിയായിരുന്നില്ലേ? അവർക്ക് കെട്ടിക്കൊണ്ടുപോയി പിറ്റേന്ന് തന്നെ അവർക്ക് ഈ ജോലിയും കാര്യങ്ങളും പറയുമ്പോ അവർക്ക് വല്ല ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും? ഒരിക്കലും ഒരു ഐഡിയ ഉണ്ടാവില്ല. ഒരു ഡ്രസ്സ് മാറ്റി ഒരു ദിവസത്തെ ഒരു കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ പുലർച്ചക്ക് 5 മണിക്ക് നീറ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഇവരിങ്ങനെ കുത്തിയിരിക്കും ഓർഡറും ചെയ്തിട്ട്. ഇവരിങ്ങനെ ഓർഡർ ചെയ്യുന്ന ടൈമിന് ഇവര് സത്യത്തില് ഈ എന്താണ് ചിന്തിക്കണ രണ്ടാൾക്കാരായിട്ടാ പറയേണ്ടത്. ഒന്ന്, ഇങ്ങനെ കെട്ടിക്കൊണ്ടുവരുന്ന പയ്യന്മാരുണ്ട്, അവരോടും കൂടിയാണ് പറഞ്ഞത്. ഇങ്ങള് കെട്ടിക്കൊണ്ടുവരണത് ഇങ്ങൾക്ക് ലൈഫ് പാർട്ട്ണറാണ്. അത് ഇങ്ങൾക്ക് വെച്ച് വിളമ്പാനും കൂടി വേണ്ടിയിട്ടല്ല. ഇപ്പൊ ഞാനൊരു പെണ്ണായതുകൊണ്ട് പറയല്ല. നമ്മള് സ്ത്രീകൾ, നമ്മള് ഭാര്യമാർക്ക് ഒരു ഇഷ്ടമുണ്ട്. അത് ഭർത്താവിന് വെച്ച് വിളമ്പുമ്പോ ഞമ്മക്ക് കിട്ടുന്ന ഒരു ഇഷ്ടമുണ്ട്. അത് അവര് പറഞ്ഞിട്ടല്ല, നിങ്ങൾ ചെയ്തുകൊണ്ട് അത് എന്റെ കടമയാണെന്നല്ല. അങ്ങനെ കടമക്കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു കാര്യങ്ങളും ഒന്നും എവിടെ എത്തിയിട്ടില്ല. ഞമ്മക്ക് തരുന്ന ഒരു സ്നേഹം മതി. അതായത് ഭാര്യമാർക്ക് കൊടുക്കേണ്ട ഒരു സ്നേഹത്തില് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും, എന്ത് സാക്രിഫൈസും ചെയ്യും. അത് സ്നേഹമാണ്. മറിച്ച് ഇത് എന്റെ കടമയല്ലേടി, ഇത് ചെയ്തു കൊണ്ടാന്ന് പറഞ്ഞ ഒരു മൊണ്ണന്മാരോടാണ് പറഞ്ഞത്. അങ്ങനത്തെ മൊണ്ണ നീ ഒന്നും പെണ്ണ് കെട്ടാൻ നിൽക്കരുത്. പിന്നെ അന്നെ കെട്ടിക്കൊടുന്ന ഇന്റെ വാപ്പാനി ഇന്റെ അമ്മാനി ഇന്റെ വീട്ടുകാരി നോക്കാനാണെന്നുണ്ടെങ്കിൽ പോയിട്ട് വല്ല എന്താണ് ഒരു സെർവന്റിന് വീട്ടിൽ വെച്ചാ പോരെ? എന്തിന്? ഒരു ചെറിയൊരു സെൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കാം. ഈ പെണ്ണ് 10-18 വയസ്സ് വരെ നല്ല അടിച്ചു പൊളിച്ച് അവളെ വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ടാവും. അവര് വീട്ടുകാർ ഇപ്പൊ നിങ്ങളെ വളർത്തണ പോലെ തന്നെ അവര് പൊന്നുപോലെ വളർത്തിയ മക്കളെ നിങ്ങൾക്ക് ഈ കൈ പിടിച്ച് തരുന്നത്. അതും വെറുതെ ഒന്നല്ല തരണത്. അവർക്ക് അത്യാവശ്യം സ്വർണം കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പം പൈസ കൊടുത്തിട്ടുണ്ടാവും. ഇത്രയൊക്കെ തന്നിട്ട് അവർക്ക് ഭാരമുള്ള വസ്തു ഒന്നല്ല നിങ്ങളെ വീട്ടിൽ കൊണ്ട് തള്ളി വിട്ടിട്ടുണ്ടാവുക. അവർക്കൊരു കുടുംബജീവിതം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അല്ലാതെ ഒരു ഇമ്മി സ്വന്തം മക്കളെ ഭാരമായിട്ട് കണ്ടിട്ട് ഇത്രയും സ്വർണവും പണവും ഒക്കെ കൊടുത്തിട്ട് ഒരു ചെക്കന്റെ കൂടെ പറഞ്ഞയക്കൂല. കഷ്ടം വിടാൻ വേണ്ടി പറഞ്ഞയക്കൂല. പിന്നെ പലരും സഹിക്കുന്നത് മോളെ നീ അവിടെ പിടിച്ചു നിൽക്കുന്ന് പറയണത് ശരിയായിക്കോളും, എപ്പോഴെങ്കിലും ഒന്ന് ബോധം വെച്ചോളും എന്ന് വിചാരിച്ചിട്ടാ. അപ്പോ ഈ ചെക്കന്മാരെക്കാളും ബോധമില്ലാത്ത കുറേയൊരു തള്ളാരുണ്ട്. ഈ കെട്ടിക്കൊണ്ടിരുന്ന പെണ്ണുങ്ങൾ ഇന്നെന്താ നോക്കാത്തത്, ഇന്നെന്താ ഒഴിയാത്തത്, എന്താ തള്ളന്റെ കയ്യിന് ആവത് കുറവൊന്നും ഇല്ലല്ലോ. ആ 5 വെട്ട് വെട്ടി തന്നെ ആ 5 വെട്ടുന്ന നേരം കൊണ്ട് തള്ളക്ക് ഒരു ചായ ഇട്ട് കുടിച്ചാൽ എന്ത് ചെയ്യുന്ന അവസ്ഥ? പല കുടുംബ വീട്ടിക്ക് വിരുന്നിന് പോണ മാതിരി കവർ നിറച്ചും ഡ്രസ്സും കൊടുത്ത് പോകുന്നുണ്ടല്ലോ. ആ പെണ്ണിന്റെ മക്കൾക്ക് ആ കുട്ടികൾക്ക് തള്ളല്ലാണ്ടായി. ഈ തള്ളക്ക് എന്ത്? എവിടെ ചെന്നാലും സുഖിച്ചു ഉണ്ണാന്നുള്ള വിചാരമാണ്. തിന്നാന്നുള്ളൊരു വിചാരമേ ഉള്ളൂ. പെണ്ണുങ്ങളും മരുവള് മരിച്ചിട്ടാണെങ്കിലും വേണ്ടിയില്ല, എനിക്ക് തിന്നണം. അങ്ങനത്തെ കുറെ തള്ളാരുണ്ട്. ഇതൊക്കെ ഇനി പ്രായം പരിഗണിച്ചിട്ട് പോലും നിയമത്തിന് ഒരു പരിഗണനയും കൊടുക്കരുത്. ഈ പ്രായത്തെ പോലും ബഹുമാനിക്കരുത്. ആ കുട്ടികളുടെ മുഖം നോക്കിയിട്ടാണെങ്കിൽ പോലും കടുത്ത ശിക്ഷ തന്നെ ഇവർക്കൊക്കെ കൊടുക്കണം. അതാ വേണ്ടത്. ഷുഗർ പേഷ്യന്റ് ആണത്രേ ഇവരൊക്കെ. ഒരു ടൈമിന് കയ്യും കാലും വെയ്യാണ്ട് കിടക്കുക, അല്ലെങ്കിൽ ഒരു ബെഡിൽ കിടക്കുകയാണ്, തീരെ വെയ്യാന്ന് പറയുകയാണെങ്കിൽ രസമുണ്ട്. ഒരു ആവത് കുറവ് ഈ തള്ളക്കൊന്നുമില്ല. മുതിച്ചി തള്ള